പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവവചന പഠനത്തിനായിട്ട് കൂടി വരുവാൻ ദൈവം നമുക്ക് കിട്ടിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എന്നെ ദൈവം സഹായിക്കും. കഴിഞ്ഞ മാസം 2-ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചത് പണികൾ ചെയ്യേണ്ടതിന് വേണ്ടി കണ്ട് എല്ലാം ഗ്രഹിച്ച നഗ്നയാതയാണ്. 3-ാമത്തെ അധ്യായത്തിൽ പണി ആരംഭിക്കുകയാണ്. എന്നാൽ ഈ പണിക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പേരെന്ന് പറയുന്നത് 3-ാമത്തെ അധ്യായമാണ്. അതുകൊണ്ട് നമുക്ക് 3-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം നമുക്ക് നോക്കാം. അതാണ് ഈ അധ്യായത്തിന് മുഴുവൻ കൊടുക്കാൻ കിട്ടുന്ന ഒരു പേര്. 5-ാം വാക്യത്തിന്റെ ഒടുവിൽ നമ്മൾ വായിക്കുന്നത് കർത്താവിന്റെ വേലയ്ക്ക് ചുമൽക്കൊടുക്കൽ. ആ നെഗറ്റീവ് ഭാഗം നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ഭാഗം നമ്മൾ വായിച്ചാൽ ഈ വേലയ്ക്ക് ഈ പണിയുടെ പേരെന്താ? ഇത് കർത്താവിന്റെ വേല. ഏറ്റവും മനോഹരമായ ഒരു പേര്. നെഹമ്യാവ് ചെയ്യുവാനായിട്ട് കൂട്ടരും ചെയ്യുവാനായിട്ട് പോകുന്ന ഈ അനുഗ്രഹീതമായ പണിക്ക് ദൈവവചനം തന്നെ പറയുന്ന ഒരു പേര് ഇത് കർത്താവിന്റെ വേല എന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവിന് ധാരാളം വേലകൾ ഈ ഭൂമിയിൽ മനുഷ്യനിലൂടെ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ചെയ്യുന്ന വേല മതിലാണ്, അതിന്റെ വാതിലുകളാണ്. എന്നാൽ ദൈവം അതിനെ കുറിച്ച് പറയുന്നത് അത് എന്റെ വേലയാണ്. അപ്പൊ നാം ആരാണ്? നാം അവിടുത്തെ വേലക്കാരാണ്. നമ്മൾ പാടിയ ആദ്യത്തെ പാട്ടിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒടുവിലത്തെ സ്റ്റാൻസ നമ്മളോട് പറയുന്നത് അങ്ങനെയാണ്, ഈ വേല നന്നായി ചെയ്യണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ 3-ാം അധ്യായം ആ ഒരു വാക്ക് വെച്ച് പഠിക്കാം. ഏത് വാക്ക്? കർത്താവിന്റെ വേല എന്നുള്ള വാക്ക് വെച്ച് 3-ാം അധ്യായം നമുക്ക് പഠിക്കാം. ആദ്യത്തെ കാര്യം അത് തന്നെയാണ്. വേലയോട് ബന്ധത്തിൽ പഠിക്കുവാനായിട്ടുള്ളത് ഒന്ന്, ഇത് കർത്താവിന്റെ വേല തന്നെയാണ്. ഇനി 2, ഈ വേല എങ്ങനെ ചെയ്യണം? 3-ാം അധ്യായം ആരംഭിക്കുന്നത് അങ്ങനെ എന്ന ഒരു വാക്കുകൊണ്ടാണ്. അങ്ങനെ എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് അതിന് പുറകെ കുറെ കാര്യങ്ങൾ സംഭവിച്ചു എന്നാണ്. 2-ാം അധ്യായത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് അങ്ങനെ വേല ചെയ്തു എന്ന് നമ്മളോട് വായിക്കുന്നത്. 2-ാം അധ്യായത്തിലെ വേല എന്താണ്? അല്ല, കാര്യം എന്താണ്? നെഹമ്യാവ് ജനത്തെ പ്രോത്സാഹിപ്പിച്ചു. ജനത്തെ നെഹമ്യാവ് പ്രോത്സാഹിപ്പിച്ചപ്പോൾ ജനം അന്യോന്യം ധൈര്യപ്പെടുത്തി. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ധൈര്യപ്പെടുകയും ചെയ്തത് മുഖാന്തരം ആണ് 3-ാം അധ്യായത്തിലെ വേലയ്ക്ക് ഒരു പ്രകാശനം ഉണ്ടാകുന്നതെങ്കിൽ വേലയ്ക്ക് ആവശ്യമുള്ള കാര്യം പ്രോത്സാഹനം. നെഹമ്യാവ് എന്ന വ്യക്തി വന്നില്ലായിരുന്നുവെങ്കിൽ ഈ വേല ഇവിടെ നടക്കുകയില്ലായിരുന്നു, ഈ പുസ്തകം ഇങ്ങനെ എഴുതുകയും ഇല്ലായിരുന്നു. നെഹമ്യാവിന് ദൈവം കൊടുത്ത കാഴ്ചപ്പാട്, നെഹമ്യാവിന് ദൈവം കൊടുത്ത ഉത്തരവാദിത്വം, അത് നെഹമ്യാവ് കൃത്യമായിട്ട് ചെയ്തു. ആ ഉത്തരവാദിത്വമാണ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. ഇനി 3-ാമത്തെ ഈ വേലയുടെ ബന്ധത്തിൽ 3-ാമത് നമ്മൾ കാണുന്ന 2-ാം വാക്യം മുതൽ അതിന്റെ 31-ാമത്തെ വാക്യം വരെ നമ്മൾ ശ്രദ്ധിച്ചാൽ വേലയുടെ ബന്ധത്തിൽ പഠിക്കുവാൻ കഴിയുന്ന 3-ാമത്തെ കാര്യം വ്യക്തികളായും കൂട്ടായും അല്ലെങ്കിൽ കൂട്ടായ്മയായി ഈ മഹത്തായ വേലയിൽ ഏർപ്പെട്ടു എന്ന ഒരു വലിയ കാര്യം നമുക്ക് പഠിക്കാൻ സാധിക്കും. ആരൊക്കെയാണ്? വ്യക്തികളായും കൂട്ടായും. ഞാൻ ഈ അധ്യായത്തിലൂടെ പോയപ്പോൾ മനസ്സിലാക്കിയത്, നിങ്ങൾ പക്ഷേ വായിച്ച് ധ്യാനിച്ചതാണ്, 23 വ്യക്തികളാണ് ഇതിന്റെ പണിയിൽ ഏർപ്പെടുന്നത്. 23 വ്യക്തികൾ. അത് ചില ആളുകൾ, ഈ 23 ചില ആളുകൾ 2 പ്രാവശ്യം ചെയ്തതായിട്ട് വായിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 26 വ്യക്തിപരമായ പണികളുണ്ട്. വ്യക്തികളായിട്ട് നമ്മൾ എങ്ങനെ എത്ര പേരുണ്ട്? 23. അതിൽ 3 പേര് എക്സ്ട്രാ. കൂട്ടമായിട്ടെടുത്താൽ 15 പേരോളം, 15 ഗ്രൂപ്പ് വർക്ക്. കർത്താവിന്റെ വേലയോട് ബന്ധത്തിൽ ഈ കണക്ക് വെച്ച് നമ്മൾ പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും.
കർത്താവിന് വ്യക്തികളെയും ആവശ്യമാണ്, കൂട്ടങ്ങളെയും കർത്താവിന് ആവശ്യമാണ്. വ്യക്തിപരമായി ആളുകളുടെ സമർപ്പണം ദൈവം മാനിക്കുന്ന കാര്യമാണ്. കർത്താവിൻ്റെയാണ് വേല. ആ വേലയോട് ബന്ധത്തിൽ വ്യക്തികളുടെ സമർപ്പണം വളരെ അത്യാവശ്യമാണ്. ഈ വ്യക്തികളെ നമ്മളൊന്ന് പരിശോധിച്ചാൽ അവരാരും ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളല്ല. ഏകദേശം 6 തരത്തിലുള്ള ജോലികൾ ഏർപ്പെട്ടിരുന്ന ആളുകളാണ് ഈ 23 ആളുകൾ. ചില ആളുകളുടെ ജോലികൾ സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്ന് പറയാം. 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഉസിയേൽ എന്ന മനുഷ്യന്റെ ജോലി തട്ടാനാണ്. 8-ാം വാക്യത്തിൽ പറയുന്ന ആളിന്റെ ജോലി എന്താണ്? തട്ടാൻ. അവിടെ വായിക്കാം, തട്ടാന്മാരിൽ ഹർഹവാവിന്റെ മകനായ ഉസിയേൽ. ഉസിയേൽ ആരാണ്? തട്ടാൻ. അതേ വാക്യത്തിൽ ഹനന്യാവ് എന്ന് പറയുന്ന ആളിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജോലി തൈലക്കാരനായിരുന്നു. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ആള് മൽക്കിയാം. അദ്ദേഹത്തിന്റെ ജോലി അല്ല, അദ്ദേഹത്തിന്റെ പദവി പ്രഭുപുത്രൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രഭുപുത്രൻ. പ്രഭുപുത്രന്മാർ തന്നെ 5 പേരുണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 5 പേര്. ഇനി പ്രഭുപുത്രൻ മാത്രമല്ല, ഒരു പ്രഭുവുണ്ട്. 17-ാം വാക്യത്തിൽ വായിക്കുന്ന ഹശബ്യാവ് എന്ന് പറയുന്ന ആള് പ്രഭുവായിരുന്നു. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രഹൂം എന്ന വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹം ലേവ്യനാണ്. 29-ാം വാക്യത്തിൽ വായിക്കുന്ന ശെമയ്യ, അദ്ദേഹം വാതിൽ കാവൽക്കാരന്റെ മകനായി. വാതിൽ കാവൽക്കാരൻ എന്ന് പറയുന്ന വ്യക്തിയല്ല, അദ്ദേഹത്തിന്റെ മകൻ. അങ്ങനെയാണെങ്കിൽ എത്ര കുറയിൽപ്പെട്ട ആളുകളാണ്? 23 ആളുകൾ. ചിലരുടെ ജോലി പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് പറയാതിരുന്നത്. തൈലക്കാരൻ, തട്ടാൻ, പ്രഭുപുത്രൻ, പ്രഭു, ലേവ്യൻ, വാതിൽ കാവൽക്കാരന്റെ മകൻ. എന്തായിരുന്നു പഠിക്കാൻ കഴിയുന്നത്? കർത്താവിന്റെ വേലയിൽ ആരെയും കർത്താവിന് ഉപയോഗിക്കാം. കർത്താവിന് ആളുകളെ വേണം, കർത്താവിനെ വേണം. ചില ജോലികൾ ചെയ്യുവാനായിട്ട് അങ്ങനെയുള്ള ആളുകളെ കർത്താവിന് വേണം. ലേവ്യനെ വേണം, പ്രഭുവിനെ വേണം, പ്രഭുപുത്രന്മാരെ വേണം, തൈലക്കാരനെ വേണം. അതായത് നമ്മുടെ ഔദ്യോഗികമായ ജോലി അത് കർത്താവിന് ചിലപ്പോൾ ആവശ്യമായിട്ട് നമ്മുടെ കഴിവുകൾ. എനിക്ക് നിങ്ങൾക്ക് ദൈവം സ്വാഭാവികമായി കുടുംബപരമായി തന്നിരിക്കുന്ന കഴിവുകളുണ്ടല്ലോ. അങ്ങനെയുള്ള കഴിവുകൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതാണ്. കർത്താവ് ആ കഴിവ് നമുക്ക് തന്നിവിടെ ആക്കിയിരിക്കുന്നത്, ഭൂമിയിലാക്കിയിരിക്കുന്നത് ആ കഴിവ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആക്കി എന്ന് നമ്മൾ വായിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇവരാരും അവരുടെ ജോലി പറഞ്ഞുകൊണ്ട് അവിടെ വിശ്രമിച്ചില്ല. തൈലക്കാരൻ പറഞ്ഞില്ല, എന്റെ ജോലി തൈലം ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഈ ജോലി വരത്തില്ല എന്ന് തൈലക്കാരൻ പറഞ്ഞില്ല. തട്ടാൻ പറഞ്ഞില്ല, എന്റെ ജോലി ഈ പൊളിഞ്ഞു കിടക്കുന്നതൊന്നും പണിയുന്നതല്ല, എന്റെ ജോലി മെറ്റീരിയൽ വെച്ചുകൊണ്ട്, മെറ്റൽ വെച്ചുകൊണ്ടുള്ള പണിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. പ്രഭു പറഞ്ഞില്ല, എന്റെ ജോലി ഭരിക്കുന്നതാണ്, അതുകൊണ്ട് പണി ഞാൻ ചെയ്യുകയില്ല എന്നൊരു പ്രഭു പറഞ്ഞില്ല. പ്രഭുപുത്രന്മാർ പറഞ്ഞില്ല. വാതിൽ കാവൽക്കാരന്റെ മകനും പറഞ്ഞില്ല. അങ്ങനാണെങ്കിൽ എന്താണ് മനസ്സിലാക്കുന്നത്? ഏത് തുറയിലുള്ള ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു വേല, അതാണ് കർത്താവിന്റെ വേല. ആ വേലയിൽ സഹകരിക്കുന്നതാണ് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത്. ഒരു സരസഭ എടുക്കാം. ഒരു സരസഭയിൽ എത്രയോ തരത്തിലുള്ള ജോലിയുള്ള ആളുകളുണ്ട്. ജീവിതത്തിലെ വിവിധ തുറകളിൽ ജോലി ചെയ്യുന്ന, റിട്ടയർഡ് ചെയ്ത ആളുകൾ, ജോലി ഇല്ലാത്ത ആളുകൾ. നമ്മെല്ലാം ദൈവം എന്തിനാ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിരിക്കുന്നത്? കർത്താവിനെ ആരാധിക്കാനുള്ളത് ശരിയാണ്. അപ്പോൾ തന്നെ നമ്മുടേതായ കഴിവുകൾ കർത്താവിന് വേണം. നമ്മുടേതായ വ്യക്തിപരമായ ആരോഗ്യം കർത്താവിന് വേണം. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ പല ജോലികളിൽ നിന്ന്, പല സ്വഭാവങ്ങളിൽ നിന്ന് നമ്മളെ ഒരു സ്ഥലത്ത്
നമുക്കിനി രണ്ടാമത്തെ ആളുകളെ കുറിച്ച് ശ്രദ്ധിക്കാം. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് പഠിക്കുന്നത് കൂട്ടമായിട്ട് ഈ കർത്തൃവേലയിൽ ഇടപെട്ട ആളുകളാണ്. ഞാൻ അവരുടെ നമ്പർ പറഞ്ഞു. എത്ര കൂട്ടരുണ്ട്? 15 തരത്തിലുള്ള 15 ജോലികൾ ചെയ്ത 15 കൂട്ടർ. അതിൽ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കൂട്ടരെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ കൂട്ടര് അതിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത് മഹാപുരോഹിതനും പുരോഹിതന്മാരുമാണ്. മഹാപുരോഹിതനും പുരോഹിതന്മാരും. അങ്ങനെ മഹാപുരോഹിതനായ എലിയാശീബും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും. അപ്പൊ കൂട്ടമായിട്ട് ചെയ്യുന്ന ജോലി ആദ്യം ചെയ്തതാരാ? പുരോഹിതന്മാർ. അങ്ങനെയാണ് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയാം, ഏറ്റവും മാതൃകാപരമായ ശുശ്രൂഷ ചെയ്യേണ്ടത് ശുശ്രൂഷകന്മാർ അല്ലേ? ശുശ്രൂഷകന്മാരാണ് മാതൃകയോടുകൂടെ മുമ്പിൽ നിൽക്കേണ്ടത്. മഹാപുരോഹിതൻ അന്നത്തെ ആളുകളുടെ ഇടയിൽ വലിയ പദവിയുള്ള മഹാപുരോഹിതൻ. അത്രയും വരികയില്ലെങ്കിലും പുരോഹിതന്മാരും പദവിയുള്ള ആളുകളാണ്. അവർക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ദേവാലയത്തിന്റെ ശുശ്രൂഷ മാത്രമാണ്. യാഗങ്ങളും ആരാധനയും അങ്ങനെ അവരോട് പറഞ്ഞിരിക്കുന്ന സംഗീതം തുടങ്ങിയ ശുശ്രൂഷകൾ മാത്രമാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. എന്നൊരു ആവശ്യം വന്നപ്പോൾ ദൈവത്തിന് അവരുടെ ശുശ്രൂഷകളും ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ ആദ്യം വരുന്നത് ആരാ? മഹാപുരോഹിതനാണ്. അദ്ദേഹത്തിന്റെ സഹോദരന്മാരാണ് നമ്മളോട് വായിക്കുന്നത്. അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും, ഒരുപക്ഷെ ബ്ലഡ് റിലേഷൻ ആകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുലത്തിൽപ്പെട്ട മറ്റ് കസിൻസ് ആയി വരുന്ന ആളുകളാകാം. ഒരു ആത്മീയ പാഠം നമ്മൾ പഠിക്കുന്നത് കർത്താവിന്റെ വേലയിൽ സഹോദരന്മാർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം. ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് കർത്താവിന്റെ വേല. എനിക്കറിയാവുന്ന ഒരു ശുശ്രൂഷകനുണ്ട്. അത് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ മകൻ ഒരു ശുശ്രൂഷകനാണ്, അതൊരു ശുശ്രൂഷകനാണ്. എൻ്റെ മകൻ ഒരു ശുശ്രൂഷകനാണ്. എൻ്റെ മക്കളുടെ ഭർത്താക്കന്മാർ ശുശ്രൂഷകന്മാരാണ്. എൻ്റെ കൊച്ചു മരുമകനും ശുശ്രൂഷകന്മാരാണ്. ഒരു കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ശുശ്രൂഷകർ. അവരൊന്നിച്ചു കൂടുമ്പോൾ അവർക്കുള്ള സന്തോഷം ഒന്ന് നോക്കിയേ. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഒരു ഭവനത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കും. ഞങ്ങളോട് ഹൈസ്കൂളിൽ പഠിച്ച ഒരു കുടുംബം ഉണ്ടായിരുന്നു. അപ്പനും മക്കളും മകളും എല്ലാവരും ഹൈസ്കൂളിൽ പഠിക്കുകയായിരുന്നു. ഞങ്ങൾ സാധാരണ അവരെ കളിയാക്കും, അതിന് അമ്മയോടെ കൊണ്ടുവരത്തില്ല, അമ്മ മാത്രമേ ഉള്ളൂ ഹൈസ്കൂളിൽ പഠിക്കാറ്, ബാക്കി എല്ലാവരും പഠിക്കുക. 3 ആണുങ്ങളും ഒരു സഹോദരിയും അപ്പൻ ഹൈസ്കൂളിൽ പഠിക്കുക. ഇന്ന് ആ 4 പേരും 4 മക്കളും, അതായത് ഈ 3 ആൺമക്കളും ഒരു സഹോദരിയും ആ പിതാവും ഇന്ന് സുവിശേഷ വേലയിലാണ്. 2 പേര് പെരുമ്പാവൂര്, ഒരാൾ വടക്കേണ്ടിയില്, ഒരാൾ തൃശ്ശൂര്, അപ്പൻ പെരുമ്പാവൂര്. അങ്ങനെ എല്ലാവരും ഇന്ന് കർത്താവിന്റെ വേല ചെയ്യുകയാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ആരാണ്? ഇവിടെ ജോലി ചെയ്യുന്ന മഹാപുരോഹിതൻ. അവരുടെ ജോലി എന്താ? 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവൻ എഴുന്നേറ്റ് അതാണത്. അവര് പണിത വാതില് ആട്ടിൻ വാതിൽ. പേര് കൊണ്ട് തന്നെ നമുക്കറിയാം. ആട്ടിൻ വാതിൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം യാഗം കഴിക്കുവാൻ മൃഗങ്ങളെയും കൊണ്ട് ദേവാലയത്തിലേക്ക് വരുന്ന വാതിൽ ഏത്? ആട്ടിൻ വാതിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ പണിത് ഏതാണ്? അവര് പണിതതിന്റെ ഉദ്ദേശം ദേവാലയത്തിൽ എന്ത് നടക്കണം, ദേവാലയത്തിലെ ശുശ്രൂഷയാകുന്ന യാഗം നടക്കണം. കാരണം അതിലെ ആളുകൾ വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? യാഗം നടക്കുകയുള്ളൂ. യാഗം യഹൂദന്മാർക്ക് ദൈവം കൊടുത്ത ആരാധനയുടെ ഒരു ക്രമം, ആരാധനയുടെ ഒരു ഭാഗം. അങ്ങനെയാണെങ്കിൽ കൂട്ടമായിട്ട് അവർ ചെയ്ത ആ വേല എന്ന് പറയുന്നത്, അതിന്റെ ഫലം എന്ന് പറയുന്നത്, ആ ദേവാലയത്തിൽ ആരാധന തുടരുവാനായിട്ട് കഴിയും. അതാണ്. അതുകൊണ്ടാണ് അവർ ആ ജോലി ഏർപ്പെട്ടത്. ആ വാതിലിന്റെ വശവും ഇവിടെ പറഞ്ഞ് ഇന്ന് ഞാൻ സമയം കളയുന്നു.
അപ്പൊ ശുശ്രൂഷകന്മാർ, അതായത് പുരോഹിതന്മാർ, അവരുടെ ജോലി ചെയ്തു. ഈ രണ്ടാമത് അവർ ചെയ്തത് വാതിൽ, ആട്ടിൻവാതിൽ പണിതു എന്ന് മാത്രമല്ല, അത് പണിത് പ്രതിഷ്ഠിച്ചു. ഒന്നാമത് നമ്മൾ അങ്ങനെ വായിക്കുന്നത്, അത് പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവത്തിന് വേണ്ടി അവരുടെ ശുശ്രൂഷ സമർപ്പിച്ചു. ഇനി അടുത്തത് ഒന്നാം വാക്യത്തിൽ അടുത്ത് പറയുന്നത്, അവർ പ്രതിഷ്ഠിച്ചു, അവരതിന്റെ കതകുകൾ വെച്ചു. കതകുകൾ വെക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം ആ ശുശ്രൂഷ പൂർണ്ണമായി ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. പടിവാതിൽ പണിതതിന് ശേഷം അതിന് കതകുകൾ വെക്കുമ്പോഴാണ് എന്താകുന്നത്, പൂർണ്ണമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കൾ അവർ ചെയ്ത ശുശ്രൂഷ അവർ ആരംഭിച്ചു, അത് പൂർത്തീകരിച്ചു. ഒരു പണി പോലും അവരവിടെ ഇടുന്നതായിട്ട് കാണുന്നില്ല. ഇനി രണ്ടാമത്തെ ആളുകൾ രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്ന എരിഹോക്കാർ എന്നാണ്. രണ്ടാമത്തെ ആളുകൾ, കൂട്ടമായിട്ട് വന്ന ആളുകളുടെ രണ്ടാമത്തെ ഗ്രൂപ്പിന് പറയുന്നത് എരിഹോക്കാർ. എരിഹോക്കാർ എന്ന് കേൾക്കുമ്പോൾ എരിഹോക്കാർ യഹൂദന്മാരല്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർ യഹൂദന്മാരാണ്. എരിഹോ പട്ടണം ഇസ്രായേലിന് അവകാശമായിട്ട് കൊടുത്ത ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് താമസിച്ചിരുന്ന യഹൂദന്മാരാണ് ഈ ജോലിക്ക് വേണ്ടി വന്നത്. ഒരുപക്ഷെ ബെന്യാമീൻ ഗോത്രക്കാരായിരിക്കാം അവിടെ താമസിച്ചത് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബെന്യാമീൻ ഗോത്രക്കാർ ഇസ്രായേൽ ജനമാണ്. ഇന്ന് അവരെ അറിയപ്പെടുന്നത് എരിഹോക്കാർ എന്നാണ്. ഇത് ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ എരിഹോക്കാർ യെരൂശലേമിൽ വരണമെങ്കിൽ ഒരു ദിവസം നടക്കണം. എത്ര ദിവസം നടക്കണം? ഒറ്റ ദിവസത്തെ നടപ്പാണ്. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ നടന്നാൽ എവിടെത്തും? യെരൂശലേമിലെത്തുക. അവരുടെ ഉത്സാഹമാണ് അതിൽ നിന്ന് പഠിക്കുവാനായിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം യെരൂശലേമിൽ ആളുകളുണ്ടല്ലോ, അവർ പണിതോട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം അവരെന്താ ആലോചിച്ചത്? അവരുടെ വീട്ടുകാരെയും കുഞ്ഞുങ്ങളെയും മൃഗങ്ങളെയും സകലത്തിനെയും എരിഹോവിൽ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതാണ് നല്ലത്. അവിടെ ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവർ ഇത്രയും ദൂരം വരികയാണ്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവന് യെരൂശലേം എന്ന് പറയുമ്പോൾ എപ്പോഴും അത് അവർക്കൊരു എരിവ് തന്നെയാണ്. 122 സങ്കീർത്തനം നമുക്ക് യഹൂദന്മാരുടെ യെരൂശലേമിനെ കുറിച്ചുള്ള എരിവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ വരിക, നാം ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ കാൽ അവിടെ ചത്തുവാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ അതിലേക്ക് നടന്ന് കയറി ചെല്ലും. അപ്പോൾ യഹൂദന്റെ ഹൃദയവും അവന്റെ മനസ്സും മുഴുവൻ അവന്റെ ദേവാലയമാണ് മുഴുവൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എരിഹോവിൽ കിടക്കുന്ന ബെന്യാമീനർക്ക് അവിടെ ഇരിക്കുവാൻ കഴിയാതെ വന്നത്. കർത്താവിന്റെ വേല നടക്കുന്നു, അത് എത്ര ദൂരമാണെങ്കിലും എന്തൊക്കെ പ്രതികൂലങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്ത് ദൈവമക്കൾ എവിടെ വരും? കർത്താവിന്റെ വേലയിൽ, കർത്താവിന്റെ ശുശ്രൂഷയിൽ വരും. എരിഹോക്കാർ കാണിക്കുന്നത് ആത്മീയമായ ആ ജനത്തിന്റെ താല്പര്യമാണ്. ഇനി മൂന്നാമത്തെ കൂട്ടര്, മൂന്നാം ഭാഗത്ത് നമ്മൾ വായിക്കുന്ന ഹസനായക്കാർ എന്നാണ്. ഹസനായക്കാർ ഇംഗ്ലീഷ് വേദോസത്തിൽ അവരെ കുറിച്ച് വായിക്കുമ്പോൾ ഹസനയാമിന്റെ മക്കൾ എന്നാണ് നമ്മൾ വായിക്കുന്നത്. മലയാളത്തിൽ വായിക്കുന്നത് മൂന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ഈ പാതിൽ ഹസനയക്കാർ പണിതു. ഈ കൂട്ടരാരാണെന്ന് കൃത്യമായിട്ട് വേദോസത്തിൽ മറ്റൊരിടത്തും തെളിവുകളില്ല. അതുകൊണ്ട് നമുക്ക് ഹസനയക്കാർ എന്ന് പറയുമ്പോൾ ഹസനയാമിന്റെ മക്കൾ എന്ന് എടുക്കാം, ഹസനയക്കാർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വന്നവരായും എടുക്കാം. ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദൈവവേലയ്ക്ക് വിശ്വസ്തയോടുകൂടുന്ന വരുന്ന ആളുകളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ആര് ദൈവസന്നിധിയിലേക്ക് വിശ്വസ്തരായിട്ട് വന്നാലും കർത്താവിന് അവരെ ഉപയോഗിക്കാൻ സാധിക്കും. അവരുടെ അഡ്രസ്സൊന്നും ദൈവത്തിന് പ്രശ്നം അല്ല. ഇനി അവർ പണിത കാര്യം ഏതാന്ന് നോക്കിയ മൂന്നാം വാക്യം, അവർ പണിതത് മീൻവാതിലാണ്. എന്താ ഈ മീൻവാതിലിന്റെ പ്രത്യേകത? ഈ മീൻവാതിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയനിൽ നിന്ന് പിടിക്കുന്ന മീനുകളെ ഈ വാതിൽ വഴിയാണ് യെരൂശലേമിലേക്ക് കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ സുരക്ഷയാണ് ഈ വാതിൽ കാണിക്കുന്നത്. ഭക്ഷ്യവും
അതിനോടനുബന്ധിച്ച് ആരോഗ്യവുമാണ് ഈ വാതിൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ ശാരീരികമായ സുഖം, ശാരീരിക സുരക്ഷ, അവരുടെ ഭക്ഷ്യ വിഷയങ്ങൾ, ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട് അഡ്രസ് പോലും ഇല്ലെങ്കിലും ഈ ആളുകൾ തയ്യാറായി. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനായിട്ടുള്ള ആഗ്രഹമാണ് ദൈവം മാനിക്കുന്നത്. അതുകൊണ്ടാണ് സമയക്കാരുടെ പേര് ഇവിടെ വന്നത്. അല്ലെ, ആരും അഡ്രസ് ഇല്ലാത്ത ആളുകൾ ഒരുപക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാം. ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ ഒരു ആളുകളെ നമ്മൾ പോലും അറിയില്ല. അറിയോ? അങ്ങനെ ഒരാളെ കുട്ടിയെ പറ്റി എഴുതി നമ്മളറിയില്ല. എന്നാൽ എന്താ നമുക്കുണ്ടായ, അല്ല അവർക്കുണ്ടായ ഭാഗ്യമെന്ന് പറയുന്നത്, അവർക്ക് അഡ്രസ് അറിയത്തില്ലെങ്കിൽ, പേര് പറയത്തക്ക ഒരു ട്രഡീഷൻ അവർക്കില്ലെങ്കിൽ, ഒരു ജീനിയോളജി പറയാനില്ലെങ്കിൽ, അവർ ചെയ്ത കാര്യത്തെ ദൈവം മറന്നില്ല എന്നുള്ള വലിയ സത്യമാണ്. നമ്മൾ വായിക്കുന്ന കർത്താവിന് വേണ്ടി നാം ചെയ്യുന്നത് മറന്നു കളയുന്നവൻ അവിശ്വസ്തനായ ദൈവമല്ല, ഒരിക്കലും അവൻ നമ്മെ മറന്നു കളയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി 4-ാമത്തെ കൂട്ടരെ കുറിച്ച് വായിക്കുന്നത് 6-ാം വാക്യത്തിലാണ്. 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ആളുകൾ യോയാദയും ബേസോഗ്യൻ, അല്ലെങ്കിൽ യോയാദയും മെശുല്ലാമും. ഞാൻ ചുരുക്കത്തിൽ എടുത്ത് പറയേണ്ട ആളുകളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. യോയാദയും മെശുല്ലാമും. യോയാദയും മെശുല്ലാമും ആ 6-ാം വാക്യം തന്നെ നോക്കി അവരോട് നോക്കിയാൽ മതി. അവര് രണ്ടുപേരും ഒരു കുടുംബത്തിലെ ആളുകളല്ല. ഫസേഹയുടെ മകനായ യോയാദയും ബേസോഗ്യാവിന്റെ മകനായ മെശുല്ലാമും. അപ്പൊ തന്നെ എന്താ മനസ്സിലായി? ഒരു വീട്ടിലെ പിള്ളേരല്ല, ഒരു വീട്ടിലെ ആളുകളല്ല, രണ്ട് വീട്ടിലെ ആളുകളാണ്. രണ്ട് വീട്ടിലെ ആളുകൾ ആണെങ്കിൽ രണ്ട് സ്വഭാവക്കാരായിരിക്കണം, രണ്ട് രീതിയിലുള്ള കാഴ്ചപ്പാടുകളുള്ളവരായിരിക്കാം, അവർക്ക് രണ്ട് രീതിയിലുള്ള നിലവാരങ്ങളുള്ളവരായിരിക്കാം. എന്നാൽ ദൈവവേലയ്ക്കായിട്ട് ഈ രണ്ടുപേര് വന്നപ്പോൾ എല്ലാ വ്യത്യാസങ്ങളും മറന്ന് കർത്താവിന് വേണ്ടി വേല ചെയ്തു. അതാണ് മനസ്സിലാക്കുന്നത്. കർത്താവിന്റെ വേലയിൽ എത്തില്ലപ്പോൾ ഈ കുടുംബ വ്യത്യാസങ്ങളൊന്നും കർത്താവിന്റെ വേലയിലില്ല. ഉദാഹരണം, നമ്മൾ ഓരോരുത്തരും, നമ്മളെല്ലാം പല കുടുംബങ്ങളിൽ ജനിച്ചു കൊണ്ടുവന്നപ്പെട്ടവരാണ്, പല മാനസിക നിലവാരങ്ങളുള്ളവരാണ്, പല സാമ്പത്തിക ശേഷികളുള്ളവരാണ്, പലതിലും വ്യത്യസ്തരാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും. പക്ഷെ ഒരു സഭയിലേക്ക് വരുമ്പോൾ ആ സഭയിൽ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? ഒരു യൂണിറ്റി നിലനിർത്തുവാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ്. ഈ രണ്ട് സഹോദരന്മാർ യോയാദയും മെശുല്ലാമും രണ്ട് കുടുംബത്തിൽ നിന്ന് മുന്നോട്ട് വന്ന് ഒരുപോലെ ഒരു മനസ്സുള്ളവരാണ്. പൗലോസിന്റെ ശുശ്രൂഷയെ കുറിച്ച് ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. 1 Corinthians 3:9 പൗലോസ് പറയുന്നു, നാം ക്രിസ്തുവിന്റെ കൂട്ടുവേലക്കാർ. നമ്മളെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നാം ക്രിസ്തുവിന്റെ കൂട്ടുവേലക്കാരാണ്. ഇവർ രണ്ടുപേരും മനസ്സിലാക്കിയ സത്യം ഒന്ന് തന്നെയാണ്. കൂട്ടായി ജോലി ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ അവര് കർത്താവിന് വേണ്ടി നിലനിൽക്കും. അവര് പണിതത് എന്താണ്? അവർ പണിതത് 6-ാം വാക്യത്തിൽ വായിക്കുന്നത് പഴയ വാതിലാണ്. ഈ പഴയ വാതിലിന്റെ പ്രത്യേകത, ഈ പഴയ വാതിൽ വഴിയാണ് കൂടുതലും ആളുകൾ ഇതിനകത്തേക്ക് വരുന്നത്, പുറത്തേക്ക് പോകുന്നത് ഈ വാതിൽ. മറ്റുള്ള വാതിലെല്ലാം പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. നമ്മളിപ്പോൾ കണ്ട ആട്ടുവാതിൽ പ്രത്യേക ഉദ്ദേശമുണ്ട്, അതിനുശേഷം കണ്ട മീൻ വാതിലിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. ഈ പഴയ വാതിൽ എന്ന് പറയുന്നത് ഇതിന് പ്രത്യേക ഉദ്ദേശമൊന്നുമില്ല. ഇതുവഴിയാണ് ആളുകൾ കൂടുതൽ അകത്ത് വരുന്നതും ഈ വഴിയാണ് ആളുകൾ കൂടുതൽ പുറത്ത് പോകുന്നതും. അങ്ങനെയാണെങ്കിൽ ദൈനംദിന ജീവിതത്തിന്റെ പ്രധാന വഴിയാണ് ഈ വഴി എന്ന് പറയുന്നത്. അവിടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇറങ്ങിപ്പോക്കും തിരിച്ചു വരവും ഒക്കെ നടത്തുന്ന ഒരു വഴി, അത് പണിയുവാനായിട്ട് മുന്നോട്ട് വന്നത് ഒരു പരിചയമില്ലാത്ത രണ്ടു പേർ. ദൈവം നമ്മളെ ഉദ്ദേശിച്ച് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഒരുപക്ഷെ ഈ സഭയിലുള്ള മറ്റൊരാളുമായിട്ട് കൂടി ചെയ്യാനാണ് എങ്കിൽ
നാം ആ ആളെ കണ്ടെത്തി അദ്ദേഹവുമായിട്ട് പല ശുശ്രൂഷകൾ ചെയ്യേണ്ടിയിരിക്കും. അതിന് ദൈവം കൃപകൾ നൽകും. ഇനി 5-ാമത്തെ കൂട്ടരെ കുറിച്ച് നമ്മൾ വായിക്കുന്ന 7-ാമത്തെ വാക്യത്തിലാണ് മെലത്യാവും യാദോനും എന്ന് പറയുന്ന രണ്ടുപേരാണ് 5-ാമത്തെ ജോലി ചെയ്യുന്നത്. മെലത്യാവും യാദോനും അവരെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് മെലത്യാവ് എന്ന് പറയുന്ന ആള് ഗിബെയോന്യരുടെ നേതാവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മെലത്യാവ് ഗിബെയോന്യരുടെ നേതാവ്. 7-ാം വാക്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഗിബെയോന്യനായ മെലത്യാവ്. അപ്പൊ ഈ മെലത്യാവ് ആരാണ്? ഇദ്ദേഹം ഗിബെയോന്യന്. ആരാ ഗിബെയോന്യൻ? ഗിബെയോന്യർക്ക് ഇസ്രായേലുമായിട്ട് ഒരു ചരിത്രം പറയാനുണ്ട്. ആ ചരിത്രം അനുസരിച്ച് യോശുവ പട്ടണങ്ങൾ പിടിച്ചടക്കിക്കൊണ്ടിരുന്ന കാലത്ത് യോശുവയെ കബളിപ്പിച്ച് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ താമസിക്കുവാൻ അനുവാദം ലഭിച്ച ആളുകളാണ് ഈ ഗിബെയോന്യർ. യോശുവയെ കളിപ്പിച്ചു. അവർ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മുഷിഞ്ഞ ഭക്ഷ്യസാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് യോശുവയുടെ അടുത്ത് വന്ന് ഞങ്ങൾ ദൂരേന്ന് വരുന്നവരാണ്, ദീർഘനാളുകളായി ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ട് ഈ ഭക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് ഇത് ഞങ്ങൾ എടുത്തപ്പോൾ നല്ലതായിരുന്നു, ഇപ്പോൾ ഇതെല്ലാം പൂത്തു എന്ന് പറഞ്ഞ് ഇവര് യോശുവയെ കബളിപ്പിച്ചു. യോശുവയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. യോശുവ എന്ത് ചെയ്തു? മറ്റൊന്നും ചിന്തിച്ചില്ല. യോശുവ അവരുമായി സഖ്യത ചെയ്തിട്ട് അവരെ കൂടെ നിർത്തി. പിന്നീടാണ് യോശുവ അറിയുന്നത് ഇവരാരാ, ഇവരങ്ങനെ വന്ന സിൻസിയറായ ആളുകളല്ല, ഇവർ ഗിബെയോന്യർ തന്നെയാണ്, ഇവർ ദൂരേന്ന് വന്നവരല്ല, ആ പട്ടണത്തിലുള്ളവരാണെന്ന് പിന്നീട് മനസ്സിലാക്കിയപ്പോൾ യോശുവ അവരെ ചെയ്തത്, അവരെ കൊന്നുകളഞ്ഞില്ല. യോശുവ അവരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ അടിമകൾ, ഞാൻ ഒരു ഉടമ്പടി നിങ്ങളുമായിട്ട് ചെയ്തതൊന്നും കൊല്ലുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളെ അടിമകളായി വിറക് കീറുന്നവരും വെള്ളം കീറുന്നവരുമായിട്ട് ജീവിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് ഇവരെ ആരാക്കി മാറ്റി? അടിമകളാക്കി മാറ്റി. ഈ ഗിബെയോന്യനാണ്. ഈ ഗിബെയോന്യൻ ഇപ്പോഴത്തെ നേതാവിന്റെ പേരാണ് മെലത്യാവ്. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടം ദീർഘനാളുകളായിട്ട് യെരൂശലേമിൽ ഇസ്രായേൽ മക്കളുടെ കൂടെ താമസിക്കുകയാണ്. ഇവരുടെ ഇപ്പോഴും ഇവർക്ക് പറയുന്ന പേരെന്നാ അടിമകളെന്ന്. നമ്മുടെ താഴോട്ട് വരുമ്പോൾ അവരെ കുറിച്ച് വായിക്കുന്നത് ദേവാലയദാസന്മാർ എന്നാണ് വിളിക്കുന്നത്. ദേവാലയദാസന്മാരും ശലോമോന്റെ ദാസന്മാരും എന്ന് നമ്മൾ താഴോട്ട് വരുമ്പോൾ വായിക്കുന്ന ഈ അധ്യായത്തിൽ തന്നെ. അപ്പൊ ഈ ആളുകൾ ദാസന്മാരാണ്. അവർക്ക് ഇസ്രായേലുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ല. ഇപ്പൊ ചരിത്രം കേട്ടോ മനസ്സിലായില്ലേ, അവർക്ക് ബന്ധമൊന്നുമില്ല. പക്ഷെ അവരും ദൈവാലയത്തിൽ ഒരു ജോലി ചെയ്യാൻ തയ്യാറാവുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നേതാവുണ്ട്. ആ നേതാവിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഇത്രയും നാൾ സംരക്ഷണം തന്ന ദൈവത്തിന്റെ, ഇത്രയും നാൾ സംരക്ഷണം തന്ന ഇസ്രായേലിന്റെ ഒരു പ്രത്യേക വേലയിൽ അവരും അവരുടെ ഭാഗങ്ങളാകുവാൻ തീരുമാനിച്ചു. നമുക്ക് ഇന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു ആത്മീയ പാഠം എന്ന് പറയുന്നത്, ദൈവം നമ്മളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ വലിയ മഹാത്മ്യമൊന്നും നമുക്കിതിനു മുമ്പ് ഇല്ലായിരുന്നു. എന്നാൽ ഈ ശുശ്രൂഷയിൽ ദൈവം എന്നെ ആക്കിയല്ലോ എന്ന് പൗലോസ് പറയുന്നത് പോലെ ഇപ്പോൾ ആക്കിയിരിക്കുന്ന ഈ സ്ഥലത്ത് എല്ലാം മറന്ന് വിളിച്ച ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഈ ഗിബെയോന്യർ അതാണ് നമുക്ക് തരുന്ന ഒരു പാഠം. പിന്നീട് അവർ താമസിച്ചതൊക്കെ ഒരു മലയിലായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ജീവിച്ചുകൊണ്ട് തന്നെ അന്യജാതിക്കാരായവർ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചത് ദൈവം ചെയ്തില്ല, അതിനെ മറന്നു കളഞ്ഞില്ല. അവരുടെ പണിയെ ദൈവം മാനിച്ചു. ഇനി രണ്ടാമത്തെ കൂട്ടരെ നമ്മൾ വായിക്കുന്നത് മിസ്പായർ എന്ന് പറയുന്ന യാദോൻ എന്ന് പറയുന്ന ആളുകളാണ്. യാദോൻ അവര് മിസ്പായർ. അപ്പോൾ മെലത്യാവ് എന്ന് പറയുന്ന ഗിബെയോന്യരും യാദോൻ എന്ന് പറയുന്നത് മിസ്പായരുമാണ്. ഈ മിസ്പായരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ സ്ഥലം വ്യക്തമായിട്ട് പറയുന്നില്ല. ചില വേദപഠിതാക്കൾ പറയുന്നത് ഗിബെയോനോട് ചേർന്ന് കിടന്ന ആളുകളായിരിക്കാം ഇവരെന്നാണ്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇവര് ഇസ്രായേൽ മക്കളല്ല,
ഗിബെയോന്യരെ പോലെ തന്നെ ഇവരും ദൈവമക്കളല്ല, ഇസ്രായേൽ ജനമല്ല. എന്നാൽ അവർക്ക് അറിഞ്ഞ, ഈ ഗിബെയോന്യരെ പോലെ അറിഞ്ഞ ഒരു ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ അവരെ ആഗ്രഹിക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഉദാഹരണം മോവാബിലെ രൂത്താണ്. രൂത്തിന് ഇസ്രായേൽ ജനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദൈവവചന പ്രകാരം 10ാം തലമുറ പോലും വരരുതെന്ന് നമ്മൾ എണ്ണി നോക്കിയാൽ രൂത്തിന്റെ എണ്ണം നമുക്ക് കിട്ടത്തില്ല. എന്നാൽ ദാവീദിന്റെ നമ്മുടെ എണ്ണി വന്നാൽ ഈ രൂത്ത് ദാവീദിന്റെ വല്യമ്മയുടെ ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ വരെ നമ്മൾ എണ്ണി നോക്കിയാൽ അബ്രഹാം മുതൽ പ്രവാസം വരെ 14 ജനറേഷൻ എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രൂത്ത് വരുമ്പോൾ 10 ജനറേഷൻ ഒന്നുകിൽ കൃത്യമായിട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ അവർ 11ാമത്തെ ജനറേഷൻ. കർത്താവിന്റെ പേരില്ല, 10ാമത്തെ ജനറേഷൻ വരരുത്. ആ കഠിനമായ ശാപത്തിന്റെ ഒരു മോക്ഷം എന്ന നിലയിൽ മോവാബിയായ ആ സ്ത്രീ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഒരു മനസ്സ് കാണിച്ചു. അവൾ പറഞ്ഞു, നിന്റെ ദൈവം എന്റെ ദൈവം. എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല. ഒരു വിധവയായ സ്ത്രീയിൽ എന്താണ് ഇത്രമാത്രം മഹിമ കണ്ടത് അറിയില്ല. ഒരു ഷെഹൂദൻ ചെയ്യുന്നത് പോലെ യെരുശലേമിലേക്ക് തിരിഞ്ഞ് വാതിൽ തുറന്ന് പ്രാർത്ഥിച്ച ആ നവോമിയുടെ ജീവിതത്തിലെ യഹോവയാണോ മനസ്സിലാക്കിയത് ആയിരിക്കാം. അത് കണ്ടിട്ട് അവൾ പറഞ്ഞു, ഞാൻ ജീവിച്ചത് ആർക്ക് വേണ്ടി ജീവിക്കും? ആ യഹോവയ്ക്ക് വേണ്ടി ജീവിക്കും. മരണത്താലല്ലാതെ ഞാൻ നിന്നൊരിക്കലും വിട്ടുമാറുകയില്ല എന്ന് പറഞ്ഞ ആ രൂത്തിനുണ്ടായ ഭാഗ്യമല്ല. രൂത്തിന് ബോവസിൽ ഇശായിക്ക് ആരുണ്ടായി? ദാവീദുണ്ടായി. കർത്താവിന്റെ ആ പാരമ്പര്യം വരുന്ന ആ സ്ഥാനത്തേക്ക് ആർക്ക് വരുവാൻ സാധിച്ചു? ജാതിയായിരുന്ന, ദൈവസ്ഥലത്ത് വരുവാൻ ഒരു കാലത്ത് യോഗ്യതയില്ലായിരുന്ന ആ മോവാബ് സ്ത്രീക്ക് സാധിച്ച ആ ഒരു ഭാഗ്യമാണ് ഈ മിസ്പായക്ക് ഉണ്ടായത്. അവർ ചേർന്നൊന്ന് നിന്നു, ഗിബെയോന്യരോടുകൂടെ ചേർന്ന് നിന്ന് അവര് ദൈവത്തിന് വേണ്ടി ജീവിച്ചു. ഒരുപക്ഷെ നമ്മൾ അവരെ നോക്കിയിട്ട് ഒരു യഹൂദനായിരുന്നെങ്കിൽ നമ്മൾ എന്നാ പറയും? നമ്മളവരെ പറയും, നിങ്ങൾ ഈ ലോകത്തിൽ ഒന്നുമില്ലാത്ത ആളുകളാണ്, അല്ലേ? നിങ്ങൾ എന്തിനാ ഈ പണിക്ക് വരുന്നത്? നിങ്ങൾ ഒന്നുമില്ലാത്തവരാണ്, ഏതുമില്ലാത്തവരാണ്, നിങ്ങൾ ദോഷന്മാരാണ് എന്ന് പൗലോസുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്. ദൈവം ലോകത്തിൽ ജ്ഞാനികളെ രചിപ്പിക്കാൻ ദോഷത്വമായത് അവർക്ക് ദൈവം ഈ മഹാഭാഗ്യം നൽകി. ഇന്നും അവർ ആദരിക്കപ്പെടുന്നു. ലോകചരിത്രത്തിൽ അവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഗിബെയോന്യരുണ്ടോ അറിയില്ല, മിസ്പായരുണ്ടോ അറിയില്ല. എന്നാൽ അവർക്ക് ദൈവജനത്തോടുകൂടി ഒരു ഓഹരി, ദൈവജനത്തിന്റെ പുസ്തകത്തിൽ ഒരു പേജ് അവർക്ക് വേണ്ടി കൊടുക്കുവാൻ ദൈവം ഇടയാക്കി എന്നുള്ളത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഇനി 6ാമത്തെ കൂട്ടരിലേക്ക് നമുക്ക് വരാം. 6ാമത്തെ കൂട്ടർ മൽക്കിയാവും ഹശൂബുമാണ്. 11ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നതാണ്. അടുത്ത 2 കൂട്ടത്തിലാണ്, 2 പേരാണ്, മൽക്കിയാവും ഹശൂബും. മൽക്കിയാവ് എന്ന് പറയുന്നത് യഹൂദ പേരാണ്. കാരണം അങ്ങനെയുള്ള പേരുകൾ, ഈ യാവ് എന്ന് അവസാനിക്കുന്നതൊക്കെ യഹൂദന്മാരുടെ പേര്. എന്നാൽ അദ്ദേഹത്തെ കുറിച്ച് അധികം വായിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അപ്പനെ കുറിച്ച് വായിക്കുന്നുണ്ട്. 1 ദിനവൃത്താന്തം 24-ാം അധ്യായം 8-ാം വാക്യത്തിൽ അദ്ദേഹത്തിന്റെ അപ്പനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അപ്പന്റെ പേര് ഹാരീബ് എന്നായിരുന്നു. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. അങ്ങനെയാണെങ്കിൽ വിവിധ സാമൂഹിക നിലവാരത്തിൽ ജീവിച്ച ആളുകളെ ദൈവത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക. ഹാരീബ് ഒരു പുരോഹിതനാണെങ്കിൽ ഈ മൽക്കിയാവ് ആരായി മാറും? അറിയാം, ഒരു പുരോഹിതനായിട്ട് അദ്ദേഹവും മാറും. അപ്പോൾ ഈ ആള് അദ്ദേഹം എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ട് ഒരു പുരോഹിതൻ പിന്നീടാകും ദൈവത്തിന് വേല ചെയ്യും. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു കുറവ് നമ്മൾ വായിക്കുന്നുണ്ട്. എസ്രായുടെ പുസ്തകം വായിക്കുമ്പോൾ ഇദ്ദേഹത്തിന് വലിയൊരു കുറവുണ്ടായി. എസ്രായുടെ പുസ്തകം 10-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ നമ്മളോട് വായിക്കുന്നത്, എസ്രാ ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരൊക്കെ വിശ്വസ്തരായ ദൈവസന്നിധി ജീവിക്കുന്നു?
നിങ്ങളിൽ ആരൊക്കെ മിശ്രവിവാഹം കഴിച്ചിരിക്കുന്നു? അങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് വരുവാനായിട്ട് എസ്രാ വിളിക്കുമ്പോൾ തലകുലിച്ച് എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ തലകുലിച്ച് മുന്നോട്ട് വന്ന ഒരു മനുഷ്യനാണ് ഈ മൽക്കിയാവ്. കാരണം അദ്ദേഹം പുരോഹിതന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചു. എന്താ പരാജയം? അദ്ദേഹം അരുതാത്തൊരു വിവാഹം കഴിച്ചു. എന്നാൽ എസ്രാ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ 19-ാമത്തെ വാക്യത്തിൽ, എസ്രായുടെ പുസ്തകം 10-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അദ്ദേഹം മുന്നോട്ട് വന്നിട്ട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഞാൻ തെറ്റ് ചെയ്തു, എന്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ തയ്യാറാണ്, അത് ജനിച്ച മക്കളെ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ആ അനുതാപം ആണ് ഈ മനുഷ്യനെ ഈ ശുശ്രൂഷയിലേക്ക് ദൈവം കൊണ്ടുവന്നത്. പാപങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം, പക്ഷേ ആ പാപിയെ താങ്ങി നിർത്തുന്ന ആ വലിയ കാര്യമാണ് കൃപ എന്ന് പറയുന്നത്. ഈ മൽക്കിയാവിന് തെറ്റ് സംഭവിച്ചു, പക്ഷെ മൽക്കിയാവിനെ ദൈവം ഉപയോഗിച്ചതിലുണ്ടോ? തന്റെ തെറ്റുകളെ ഏറ്റു പറയുന്നവന് എന്തുണ്ടാവും? സുഖം. മൽക്കിയാവ് തെറ്റ് ഏറ്റു പറഞ്ഞു. ഒരു കൺവെക്കേഷനിൽ ചാടി എണീറ്റ് തന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ വലിയ തെറ്റിനെ ഏറ്റുപറയുവാൻ മൽക്കിയാവ് തയ്യാറാണ്. പുരോഹിതൻ എന്ന മകന്റെ പദവിയിലല്ല അദ്ദേഹം നിൽക്കുന്നത്. തെറ്റുകാരൻ എന്ന നിലയിൽ മുന്നോട്ട് വന്നു, തലതാഴ്ത്തി ദൈവസന്നിധിയിൽ നിന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞു. അദ്ദേഹത്തിന് പുതിയൊരു വഴി ദൈവം തുറന്നു കൊടുത്തു. ആ കൃപ പുതിയ തുടക്കത്തിന് വഴി തെളിച്ചതാണ് ഈ മൽക്കിയാവിന്റെ ജീവിതം എന്ന് പറയുന്നത്. നമുക്കറിയാലോ, പുതിയ നിയമത്തിൽ പത്രോസ് തെറ്റിപ്പോയി. കർത്താവിന്റെ ക്രൂശീകരണം നടക്കുമ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? ഒരു പിന്മാറ്റം ഉണ്ടായി. ഞാൻ വലയുമായിട്ട് മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറി. എന്നാൽ കർത്താവ് പത്രോസിനെ വിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? അവന്റെ അടുക്കിലേക്ക് കർത്താവ് വന്നു. ആ കൃപ പത്രോസിനെ നിലനിർത്തി. ഒരു പുതിയ വഴി പത്രോസിന് മുന്നിൽ തുറന്നു കൊടുത്തു. പിന്നീട് നമ്മൾ പത്രോസിനെ കാണുന്ന ധീരനായ പോരാളിയായിട്ടാണ്. ഒരിക്കലും കർത്താവിനെ ഉപേക്ഷിക്കാനോ വേല വേണ്ടെന്ന് വെക്കാനോ പ്രതിസന്ധികളിൽ പോലും പത്രോസ് പിന്നെ തയ്യാറായില്ല. മരണം വരെ സ്വീകരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എങ്കിൽ ഞാൻ മരിക്കാൻ തയ്യാറാണ്. എന്നാൽ എന്റെ കർത്താവ് മരിച്ചതുപോലെ മരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല, എന്നെ തലകീഴായിട്ട് ക്രൂശിക്കണമെന്ന് പറഞ്ഞ് ആ വിശ്വാസ ധീരനായിട്ടാണ് പിന്നീട് ആര് മാറിയത്? പത്രോസ് മാറിയത്. അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ഇനി നമ്മളവിടെ കാണുന്ന മനുഷ്യന്റെ പേര് ഹശൂബ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഒരു മോവാബിന്റെ മകനാണ്. പഹത്ത് മോവാബിന്റെ മകനാണ് ഹശൂബ്. അദ്ദേഹത്തെ സെരുബാബിലിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്ന ആളുകളിൽ ഒരാളാണ് ഈ ഹശൂബ്. ആ ഹശൂബ് 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരാളുടെ കൂടെയും പണിയിൽ ഏർപ്പെടുന്നതായിട്ട് നമ്മൾ കാണാൻ വായിക്കുന്നു. 3:23. അതിനുശേഷം ബെന്യാമീനും ഹശൂബും. ഇപ്പൊ ആദ്യം ആരോടാ വർക്ക് ചെയ്യുന്നത്? മൽക്കിയാവിന്റെ കൂടെ നിന്നുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആരോടെ ജോലി ചെയ്യുന്നു? അദ്ദേഹം മറ്റൊരു മനുഷ്യന്റെ കൂടെ ദേവാലയത്തിൽ ജോലി ചെയ്യുക. ഞാനിങ്ങനെ പറഞ്ഞ അർത്ഥം പറഞ്ഞു പോകാം. നമ്മുടെ ശുശ്രൂഷ ഒരു ദിവസം ചെയ്യുന്നത് കൊണ്ട് അത് തീരുന്നുണ്ടോ? ഒരു ദിവസം നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്തു, ഒരു 10 വർഷം കർത്താവിന് വേണ്ടി ചെയ്തു. അതുകൊണ്ട് ഇനി എനിക്ക് ശുശ്രൂഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുവാൻ ആർക്കും കഴിയില്ല. മരണം നമ്മളെ ഈ ഭൂമിയിൽ മാറ്റുന്നത് വരെ കർത്താവിന് വേണ്ടി പലതും ചെയ്യുവാൻ സാധിക്കും. ആദ്യം നമ്മളുടെ 23 പേരെ പോലെ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും പലതും. പിന്നീട് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 15 കൂട്ടരിൽ അങ്ങനെ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും. ഈ 15 കൂട്ടരിൽ തന്നെ തിരിഞ്ഞും മറിഞ്ഞും മറ്റാളുകളുമായിട്ട് കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. 7-ാമത്തെ കൂട്ടർ, അധിക സമയമില്ല, 7-ാമത്തെ കൂട്ടരെ കുറിച്ച് വായിക്കുന്നത് 12-ാമത്തെ വാക്യത്തിലാണ്. ശല്ലൂമും അവന്റെ, നിങ്ങൾക്ക് പറയാം, ശല്ലൂമും അവന്റെ 12-ാമത്തെ വാക്യം. ശല്ലൂമും അവന്റെ പുത്രിമാരും. ഞാൻ പല പ്രാവശ്യം വായിക്കുന്നു, ഞാൻ തെറ്റിച്ചതാണ്. കാരണം അങ്ങനെ വായിക്കത്തില്ല, കുറവായല്ലേ. ഞാൻ പല പ്രാവശ്യം ഞാൻ ഈ തെറ്റാണ് വായിച്ചത്, അല്ല വളരെ കൃത്യമായിട്ടാണ് വായിക്കുന്നത്. ശല്ലൂമും അവന്റെ
രണ്ട് സഹോദരിമാരിപ്പുണ്ടല്ലോ. നമ്മൾ 2-ാം അധ്യായത്തിൽ ഈ വേലയെ കുറിച്ച് വായിച്ചത് ബൃഹത്തായ ഒരു വേലയെന്നാണ്. 3-ാം അധ്യായത്തിലേക്ക് വന്ന് കണ്ടത് ഇത് കർത്താവിന്റെ വേലയാണ്. ഈ കർത്താവിന്റെ വേലയിൽ ആർക്കും പങ്കുണ്ട്. ശല്ലൂമിന്റെ പുത്രിമാർക്കും എന്ത് വേല ചെയ്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്ത് വേല ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ശല്ലൂം എന്ന മനുഷ്യൻ ചെയ്ത വേലയോട് ചേർന്ന് നിശബ്ദരാണ്. വലിയ ബഹളങ്ങളോ ഇളക്കങ്ങളോ ഇല്ലാതെ അവരുടെ പിതാവിനെ സഹായിച്ച, അസിസ്റ്റ് ചെയ്ത ഒരു മഹത്തായ ശുശ്രൂഷ ആ പുത്രിമാർ ചെയ്യും. അവരെയും ദൈവം ചെയ്തു മറന്നില്ല. അവരുടെ പേര് ഒരുപക്ഷെ മിരിയാമിനെ പോലെ, അല്ലെങ്കിൽ ദെബോരയെ പോലെ, ഒരേ ദൈവത്തിലെ പീലിപ്പോസിന്റെ പെൺമക്കളെ പോലെ അവരും കർത്താവിന് വേണ്ടി ചെയ്ത വേലയെ ഒരൊറ്റ വാക്യത്തിൽ, അല്ലെ ഒരൊറ്റ വാക്യം ശല്ലൂമും അവന്റെ പുത്രിയുമാണ്. സഹോദരിമാരെ, നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് ഒരുപക്ഷെ ശാന്തമായ ഒരു ശുശ്രൂഷയാണ്. ലോകം അറിയുന്നില്ല. നിങ്ങളുടെ കർത്താവ് സുശേഷകനാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ജോലി ലോകം മുഴുവൻ അറിയുന്നു. നിങ്ങളുടെ കർത്താവ് മൂപ്പനാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ജോലി ഒരു സഭ മുഴുവനും അല്ലെങ്കിൽ ഒരു ജില്ല മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അടുക്കളയിൽ കിടന്ന് പണിയുന്ന, അധ്വാനിക്കുന്ന നിങ്ങളുടെ ജോലികളെ കാണാൻ ഒരുപക്ഷെ ആൾ ഇല്ലെന്ന് തോന്നാം. സ്വർഗത്തിൽ ഒരു ക്യാമറ എപ്പോഴും ഓണാണ്. ആ ക്യാമറ, ആ CCTV ഒരിക്കലും നിങ്ങളുടെ പ്രവൃത്തികൾ ഡിലീറ്റ് ചെയ്ത് കളയുകയില്ല. അതിന് ഉദാഹരണമാണ് ഈ പറയുന്ന ശല്ലൂമിന്റെ പെൺമക്കൾ. 8-ാമത്തെ കൂട്ടരെ കുറിച്ച് നമ്മൾ വായിക്കുന്ന 13-ാമത്തെ വാക്യത്തിലാണ് ഹാനൂനും സാനോഹ് നിവാസികളും. ഹനൂനും സാനോഹ് നിവാസികളും. 9-ാമത്തെ കൂട്ടരെ കുറിച്ച് വായിക്കുന്നത് നാട്ടുപുറക്കാരായ പുരോഹിതന്മാർ. 22-ാമത്തെ വാക്യം നാട്ടുപുറക്കാരായ പുരോഹിതന്മാർ. യെരൂശലേമിൽ താമസിക്കുന്ന പുരോഹിതന്മാരുണ്ട്. അവരെ കുറിച്ച് നമ്മൾ ആദ്യം കണ്ടു. പുരോഹിതന്മാർ അവരുടെ ജോലി ചെയ്ത് കഴിഞ്ഞു. അവരാട്ടുപാതം പണിതു. എന്നാൽ ഇവിടെ നമ്മൾ 22-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? നാട്ടുപുറക്കാരായ പുരോഹിതന്മാർ. ചില ആളുകളൊക്കെ നാട്ടുപുറത്ത് താമസിക്കുക. അവർക്കൊരു കാര്യം മനസ്സിലായി, എന്താണ്? കർത്താവിന്റെ വേലയിൽ ഞങ്ങൾക്ക് ഒരു പങ്കുണ്ട്. ആ ജോലി അവർ കൃത്യമായിട്ട് അവരും ചെയ്യും. നമ്മൾ ശമൂവേലിനെ കുറിച്ച് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ശമൂവേൽ ബാലനായപ്പോൾ കൊണ്ട് ദേവാലയത്തിൽ വിട്ടു. നമ്മളവിടെ വായിക്കുന്നുണ്ട്, ശമൂവേൽ എന്ന ബാലൻ യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു. ബാലൻ എന്ത് ശുശ്രൂഷ ചെയ്ത്? ബാലനായ ശമൂവേൽ എന്ത് ശുശ്രൂഷ ചെയ്തത്? ഒരുപക്ഷെ ഏലി പുരോഹിതനെ അസിസ്റ്റ് ചെയ്തതായിരിക്കാം ചെയ്തത്. ഏലി പറയും, എന്നെ ഉൾപ്പെടുത്തോടാ, അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അസിസ്റ്റിംഗ് ആണ് ബാലനായ ശമൂവേൽ ചെയ്തത്. പക്ഷെ ദൈവം കണക്കാക്കിയത് എങ്ങനെയാണ്? എങ്ങനെ കണക്കാക്കിയത്? ബാലൻ യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു. നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നത്, കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്നത്, അത് ചെറുതാണെങ്കിലും അസിസ്റ്റിംഗ് ആണെങ്കിലും അതിനെ ദൈവം കാണുന്നത് ശുശ്രൂഷയായിട്ടാണ്. 10-ാമത്തെ ആളുകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ബെന്യാമീനും ഹശൂബുമാണ്. അവരുടെ സഹോദരന്മാരായിരിക്കാം, കാരണം അവരുടെ 2 അപ്പന്മാരെ കുറിച്ച് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ പേര് ആർക്ക് ചെയ്യാം? സഹോദരന്മാർക്ക് ചെയ്യാം. 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദേവാലയ ദാസന്മാർ. നമ്മൾ മുമ്പേ ഗിബെയോന്യരെ കണ്ടു, അവർ ദാസന്മാരായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ദേവാലയ ദാസന്മാർ അവരും എന്ത് ചെയ്തു? കർത്താവിന്റെ പേരിൽ അവർക്കാവുന്നത് പോലെ ചെയ്തു. 2 കൂട്ടർ ദാസന്മാരെ കുറിച്ച് വായിക്കുന്നു. ശലോമോന്റെ ദാസന്മാരുമുണ്ട്, ദേവാലയ ദാസന്മാരുണ്ട്. അവരുടെ എണ്ണം പറയുന്നുണ്ട് 392 പേരാണ്. എത്ര പേരുണ്ട്? 392 പേർക്ക് എന്ത് പണി ചെയ്യാം? എത്രത്തോളം പണി ചെയ്യാം? ധാരാളം പണികൾ ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് ആ കൂട്ടരും കർത്താവിന് വേണ്ടി വേല ചെയ്യും. ഇനി നമ്മൾ താഴെ വായിക്കുന്ന തെക്കോവ്യരുണ്ട്, പുരോഹിതന്മാരുണ്ട്, ഇത്രയും തട്ടാന്മാരും കച്ചവടക്കാരും. ഏറ്റവും നമ്മൾ വായിക്കുന്നത് തട്ടാന്മാരും കച്ചവടക്കാരും.
ഏതാളുകൾക്കും കർത്താവിന്റെ സന്നിധിയിൽ ജോലിയുണ്ട്. ഒറ്റ കാര്യമാണ്, ഏതാ ചെയ്യാനുള്ള മനസ്സും. എവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും, സഹോദരിമാർക്കും സഹോദരന്മാർക്കും ശുശ്രൂഷകന്മാർക്കും സാധാരണ ആളുകൾക്കും കർത്താവിന്റെ വേല ചെയ്യുവാനുള്ള അവസരം ദൈവം തന്നിട്ടുണ്ട്. നമുക്കത് ചെയ്യാം. രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നാലാമത്തെ കാര്യം, ഈ വേലയുടെ നാലാമത്തെ പ്രത്യേകത, പണിതെല്ലാം അവർ എന്ത് ചെയ്തു? പൂർത്തീകരിച്ചു. നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: പണിതു, പ്രതിഷ്ഠിച്ചു, ഇണക്കി, ഉറപ്പിച്ചു, കേടുപോക്കി, അറ്റകുറ്റം തീർത്തു. ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്. ഒരിടത്ത് നമ്മൾ വായിക്കുന്നില്ല ഇണക്കുകയായിരുന്നു, ഉറപ്പിക്കുകയായിരുന്നു, കേടുപോക്കാനായിട്ട് പോകുകയായിരുന്നു, അറ്റകുറ്റം തീർത്തേനെ. ഇതിലൊന്നും വായിക്കുന്നില്ല. എന്താ നമ്മൾ വായിക്കുന്നത്? പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തീർത്തു എന്നാണ് വായിക്കുന്നത്. ഇത്രയും ആളുകൾ ചെയ്ത ജോലി അവരത് പൂർത്തീകരിച്ചു. കർത്താവിന്റെ വേല അത് പൂർത്തീകരിക്കുവാൻ ദൈവം തന്നത്. എന്റെ ആയുസ്സിൽ എനിക്ക് പൂർത്തീകരിക്കുവാനുള്ളത്, നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനുള്ളത് നാം ഇവിടെ പൂർത്തീകരിക്കാം. ഒടുവിലായിട്ട് നമ്മൾ കണ്ടത്, ഒന്നിനോടൊന്ന് ചേർന്നാണ് അവർ പണിത്. നമ്മൾ വായിക്കുന്നത് പണിതതിനപ്പുറം, അതിനപ്പുറം, അവന്റെ അപ്പുറം, അതിന്റെ ശേഷം. എങ്ങനെയാ ശുശ്രൂഷ ചെയ്യേണ്ടത്? കർത്താവിന്റെ വേല ചെയ്യേണ്ടത് ഒന്നിനോടൊന്ന് ചേർന്ന് ചെയ്ത് തീർക്കുക. ആരുടെ മുകളിൽ ചെയ്യുന്നില്ല, ഒരാൾ ചെയ്ത് തീർക്കുന്നിടത്ത് മറ്റൊരാൾ. അതാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ. ഒടുവിലായിട്ട് കാണുന്നത്, പണി തുടങ്ങിയെടുത്ത് അവസാനിച്ചു. ആട്ടിൻപാതിൽ തുടങ്ങി കറങ്ങി 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന് തൊട്ടടുത്ത് വന്ന് നിർത്തുകയാണ്. അതാണ് ദൈവത്തിന്റെ വേലയുടെ പ്രത്യേകത. കർത്താവ് പല ആളുകളെ ഉപയോഗിച്ചു. കട്ടാന്മാരുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു, മഹാപുരോഹിതരുണ്ടായിരുന്നു, സാധാരണ ആളുകളുണ്ടായിരുന്നു, ദേവാലയവാസികന്മാരുണ്ടായിരുന്നു, യഹൂദന്മാരുണ്ടായിരുന്നു. അവർ കുടുംബങ്ങളായിട്ടും അവരെ ഒറ്റയ്ക്കും കൂട്ടുകൂടിയും ഒക്കെ ചെയ്തു. എന്നാൽ ആ വേലയെ ദൈവമില്ല, ആ കർത്താവിന്റെ വേലയെ എങ്ങനെ കർത്താവ് തീർത്തത്? ആ വേലയെ കർത്താവ് തുടങ്ങിയിടത്തിന്റെ തൊട്ടടുത്ത് അവസാനിച്ചു. ഒരു നെഗറ്റീവ് കാര്യം കൂടെ ഉണ്ട്. നമ്മൾ 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഗിബെയോന്യ രാജ്യത്തിലെ ആളുകൾ എന്ത് ചെയ്തില്ല? ഗിബെയോന്യ നേതാക്കന്മാർ കർത്താവിന്റെ വേലയിൽ സഹകരിച്ചില്ല. ഇങ്ങനെ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. ഒരുപക്ഷെ ഒരു ശുശ്രൂഷയിൽ നേതാക്കന്മാരായ ആളുകളോ, നാം ഇതുവരെയും വില കൊടുത്ത ആളുകളോ ആ വേലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നോട്ട് വന്നില്ല എന്ന് വരാം. എന്നാൽ അത് കർത്താവിന്റെ വേലയാണ്. കർത്താവ് അനേക ആളുകളെ കർത്താവ് വിനിയോഗിക്കുവാനായിട്ട് എറിഞ്ഞുകൊടുത്ത, ഇട്ടുകൊടുത്ത എല്ലാ ആളുകളെയും കർത്താവ് ഉപയോഗിച്ചു. ആരുടെയും കർത്താവ് പറഞ്ഞില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വേലയിൽ ശുശ്രൂഷ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ